അമ്മയുടെ ലഹരി മക്കളോടുള്ള സ്നേഹമാണ്, മകൻ്റെ ലഹരിയോ മയക്കുമരുന്നിനോടും. അവൻ പാവമായിരുന്നു, അധികമാരോടും സംസാരിക്കാത്ത ശാന്തശീലൻ എന്നാണ് അഫാനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞത്. അപ്പൻ്റെ തണൽ പറ്റി അപ്പൻ്റെ പൈസ കൊണ്ട് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിച്ചു. കൊറോണ കാലം വന്നതോടുകൂടി അപ്പന് കടം ഏറെയായി. പഠനം മുടക്കി ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്ന അവന് അപ്പനുണ്ടായ കടബാധ്യത കൊണ്ട് പണം കിട്ടാതായി. പലവട്ട അമ്മയോടും അമ്മൂമ്മയോടും കാമുകിയോടും പൈസ ചോദിച്ചു. സ്വർണം പണയം വെക്കാനായി ചോദിച്ചു. ആഗ്രഹിച്ച പണവും സ്വർണവും നൽകാതിരുന്ന അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ അവൻ ചുറ്റിക്കടിച്ച് കൊന്നു. ഒന്നും മിണ്ടാത്ത, ആളുകളോട് അധികം സംസാരിക്കാത്ത, സാമൂഹികമായ ഇടപെടലുകളില്ലാത്ത, എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് പാവം അല്ലെ നല്ല മനുഷ്യനെന്ന് ഒരിക്കലും മുദ്രകുത്താൻ പാടില്ല. അവരാണ് സാമൂഹ്യ വിരുദ്ധരും സൈക്കോപാത്തുമായി മാറുന്നത്. അമ്മയെ സ്നേഹിക്കാത്തവർ തന്റെ ആഗ്രഹം നേടിയെടുക്കുന്നതിനു വേണ്ടി ആരെയും കൊല്ലാനും മടി കാണിക്കുകയുമില്ല. അമ്മയെ സ്നേഹിക്കുന്നവർക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ പറ്റും, മറ്റു ബന്ധങ്ങളെ സ്നേഹിക്കാൻ പറ്റും, തന്നെ സ്നേഹിക്കാൻ പറ്റും. മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലെ ICUവിൽ കടന്നപ്പോൾ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് താൻ കട്ടിലിൽ നിന്നും വീണതാണ് എന്ന് പറഞ്ഞ് സ്വന്തം മകനെ രക്ഷിക്കാനാണ് ആ അമ്മ നോക്കിയത്. അമ്മയുടെ മാതൃത്വം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് പോലും അമ്മയെ നോവിക്കാൻ കഴിയില്ല. ഇത്ര ക്രൂരത ചെയ്തിട്ടും ആ അമ്മ മകനെ ഒറ്റുകൊടുത്തില്ല എന്നുള്ളതാണ്. അതാണ് അമ്മ, അതാണ് മാതൃഹൃദയം. അവൻ്റെ സൈക്കോപാത്തായിട്ടുള്ള മാനസികാവസ്ഥയും അവൻ്റെ ലഹരിയുമായിരിക്കാം അവനെ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യാൻ കാരണമാക്കിയത്. പക്ഷേ അമ്മയുടെ ലഹരി മക്കളോടുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയാത്ത മക്കളാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. ഒരമ്മയ്ക്കും ഒരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.